السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني يا رسول الله ما توفيقي إلا بالله عليه توكلت وإليه أنيب. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു മുസ്ലിമിൻ്റെ വിശ്വാസമാണ് ഈ ലോകം നശിക്കുകയും മറ്റൊരു ജീവിതം നമുക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത്. ഒരു വലിയൊരു ജീവിതത്തെ സ്വീകരിക്കാൻ ഉള്ള ഒരുക്കത്തിലാണ് ഏതൊരു മുസ്ലിം ജീവിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. കാരണം ഈ ഒരു ജീവിതത്തിൽ, ദുന്യവിയായ ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ, സുഖങ്ങൾ, ദുഃഖങ്ങൾ കുറഞ്ഞ കാലത്തേക്ക് മാത്രം. എന്നാൽ വിശാലമായ ഒരു ലോകവും വിശാലമായൊരു ജീവിതവും നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ചിന്ത നമുക്കെപ്പോഴും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തു ഇദാ സുൽസില എന്നുള്ള സൂറത്ത് ഇങ്ങനെ ഓതിയപ്പോൾ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമിയുടെ വർത്തമാനങ്ങൾ ഭൂമി പറയും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് പുണ്യ റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്ന് നിങ്ങൾക്കറിയൂ? അവർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫഇന്ന അഖ്ബാറഹ അൻ തശ്അദ അലാ കുല്ലി അബ്ദിൻ ഔ അമത്തിൻ ബിമാ അമില അലാ ദഹ്രിഹാ തഖൂൽ. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ഒരാണ് ഒരു പെണ്ണ് ഭൂമിയുടെ മുകളിൽ ചെയ്തു വച്ച എല്ലാ പ്രവർത്തനവും ആരും അറിയാതെ ആരാരും കാണാതെ ചെയ്ത എല്ലാ തെറ്റുകളും ഭൂമി പറയും. ഭൂമി ശരിക്കും പറയും, അമിൽത്ത കഥാവ കഥ ഫിയോമിൻ കഥാവ കഥ, ഇന്നാലിന്ന ദിവസത്തിൽ ഇന്നാലിന്ന സ്ഥലത്ത് നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ. ഫഹാദി അഖ്ബാറുഹ, ഇതാണ് ഭൂമിയുടെ വർത്തമാനമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം തിർമിദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരു അന്ത്യദിനത്തിലേക്കുള്ള ഒരു വലിയ ഒരു വർത്തമാനമാണ് ഇത്. അന്ത്യദിനമായാൽ ആ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ പരലോക ജീവിതത്തിൻ്റെ ആ ഒരു സമയം, ആ സമയത്ത് 4 കാര്യങ്ങളെക്കുറിച്ചുള്ള വിചാരണ അതിപ്രധാനമാണ്. ഒന്ന്, മനുഷ്യൻ്റെ വയസ്സ്, എന്തിനാണത് നശിപ്പിച്ചത്? അവൻ്റെ അറിവ് എന്തിനാണ് ഉപയോഗിച്ചത്? അവൻ്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചത്? എവിടെയാണ് ചെലവഴിച്ചത്? അവൻ്റെ ശരീരം എന്തിനാണ് അവൻ ദ്രവിപ്പിച്ചത്? ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കൈഫ അൻഅമു വസാഹിബുൽ ഖർനി ഖദിൽ തകമൽ ഖർന, ഞാൻ എങ്ങനെ സുഖങ്ങളൊക്കെ ആസ്വദിക്കും. സൂറിലൂതുന്ന ആൾ ആ സൂറെന്ന കാളവും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം വനുഫിഖ ഫിസ്സൂർ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഈ സൂറിലൂതുക എന്ന് പറഞ്ഞാൽ അത് ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ജോലിയാണ്. അദ്ദേഹം എത്രയോ കാലമായിട്ട് ഇത് പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അള്ളാഹിൻ്റെ കൽപ്പന വന്നാൽ ആ സമയത്ത് ഊതും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു സംസാരം കേട്ടപ്പോൾ സഹാബത്തൊക്കെ വല്ലാതെ പരിഭ്രമിച്ചു പോയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിങ്ങൾ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ നന്മ ചെയ്യുക, നല്ല കാര്യങ്ങളിൽ സജീവമാകുക. കാരണം അങ്ങനത്തെ ഒരു ദിവസത്തെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് സഹാബത്ത് വലിയ ഗൗരവത്തോടെ കണ്ടു എന്നുള്ളതല്ലേ ചരിത്രം. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനുഷ്യരൊക്കെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നത്
ചെരുപ്പിടാത്തവരും അതുപോലെ സുന്നത്ത് കഴിക്കാത്തവരും വസ്ത്രം ധരിക്കാത്തവരും ഒക്കെ ആയിട്ടാണ്. ഉമ്മ എങ്ങനെയാണോ നമ്മളെ പ്രസവിച്ചത് അതുപോലെ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് റിജാലു വന്നിസാഉ ജമീഅ യൻദുറു ബഅദുഹും ഇലാ ബഅദ്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അവർ ഔറത്തുകൾ തമ്മിൽ കാണുകയില്ലേ റസൂലേ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, യാ ആയിഷ അൽ അംറു അശദ്ദു മിൻ അയുഹിമ്മഹും ദാലിക്. ആയിഷ, അന്നത്തെ ദിവസം അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമല്ല, അങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ദിവസമല്ല. അമ്രുഹും അഹം മിൻ അയ്യന്നുറ ബഅദുഹും ബഅദ്, ചിലരിലേക്ക് നോക്കേണ്ട ആ ആ ഗൗരവകരമായ അങ്ങനത്തെ ഒരു സമയമല്ല. അവനവൻ്റെ കാര്യത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഒരു സമയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ ഉണർത്തുകയാണ്. പരലോക ചിന്തകളെ നമുക്ക് നന്മകൾ ചെയ്യാൻ ഉപകരിക്കണമെന്നുള്ളതാണ് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നല്ലതുമായി നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ, തൗഫീഖ് ഉണ്ടാവട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.